ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പൂർണ്ണശലഭാസനം ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അർത്ഥശലഭാസനം. അർത്ഥശലഭാസനം ചെയ്തിട്ടേ പൂർണ്ണശലഭാസനം ചെയ്യാവൂ. ഇനി പൂർണ്ണശലഭാസനത്തിൻ്റെ ഗുണങ്ങൾ അർത്ഥശലഭാസനത്തിനെക്കാട്ടിലും വളരെയേറെയാണ്. ഈ പൂർണ്ണശലഭാസനം ചെയ്യുമ്പോൾ കാല് ഉയരത്തിലേക്ക് പൊക്കുമ്പോൾ അവനവന് പറ്റുന്ന പോലെ മാത്രമേ പൊക്കാവുള്ളൂ. ഓരോ ദിവസവും ഉയരം കൂട്ടി പിന്നെ നന്നായിട്ട് ഉയർത്താൻ പറ്റും. ആദ്യമേ ഒരുപാട് ഉയർത്താൻ പരിശ്രമിക്കേണ്ട. ഇനി ഇതിൻ്റെ ഗുണങ്ങൾ: ഉദരത്തിലെ കൊഴുപ്പുകൾ കുറയുന്നു, ഉദരത്തിലെയും കൈകാലുകളിലെയും എല്ലാം രക്തചംക്രമണം കൂടുന്നു, കൈകാലുകളിലെ മസിൽസിന് നല്ല ശക്തി ലഭിക്കുന്നു. ഈ ഉദരസംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് ഓവറി, ഗർഭാശയ രോഗങ്ങളൊക്കെ കുറയുന്നു, നന്നായിട്ട് കുറയും. ഈ പൂർണ്ണശലഭാസനം ചെയ്യുമ്പോൾ അഡ്രിനാൽ ഗ്ലാൻസിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിക്കുന്നു, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ ആരോഗ്യം ഉള്ളതാക്കുന്നു, നട്ടെല്ലിൻ്റെ വളവ് കുറയ്ക്കുന്നു, നട്ടെല്ലിൻ്റെ താഴ്വശം നന്നായിട്ട് ബലപ്പെടുത്തുന്നു, പ്രത്യുൽപാദന ശക്തി വർദ്ധിപ്പിക്കുന്നു. ഇതൊരു വലിയ ഗുണമാണ്. ചെയ്ത് കാണിക്കാം. ഇതിന് വേറൊരു പ്രധാന ഗുണമുള്ളത്, ഈ കമന്ന് കിടന്ന് ചെയ്യുന്നുണ്ട് ലങ്സിൻ്റെ കപ്പാസിറ്റി കൂടുന്നു, ലങ്സ് മസിലുകൾ നല്ല ശക്തമാകുന്നു, നെഞ്ചും ഭാഗം നല്ല ശക്തമാകുന്നു. കാണിക്കാം. അർത്ഥശലഭാസനത്തിലെ പോലെ തന്നെ കമന്ന് കിടന്നിട്ട് കാലുകൾ രണ്ട് തുടയ്ക്കും സപ്പോർട്ട് കൊടുത്തിട്ട് കാലുകൾ സ്റ്റഡിയായിട്ട് നീട്ടി വെക്കണം. രണ്ട് തുടകളിലും സപ്പോർട്ട് ചെയ്ത് ആ കൈ തുടയ്ക്ക് കൊടുത്തുകൊണ്ട് ഉയർത്തുക. കൈ ഇങ്ങനെ കൊടുക്കുമ്പോൾ കൈക്കുഴകളും ബലമുള്ളതാകുന്നു. അതിൻ്റെ ചലനശേഷിയൊക്കെ നല്ല ഫ്ലെക്സിബിളാകുന്നു. ഈ യോഗ ചെയ്യുമ്പോൾ നമ്മുടെ തുടയുടെ മസിലുകൾ നല്ല ബലം പ്രാപിക്കുന്നു, പിന്നെ വണ്ണം കുറയുന്നു, തൈയുടെ വണ്ണം കുറയും. ഇനിയും ഇത് ചെയ്ത് അർത്ഥവജ്രാസനത്തിലെ പോലെ 5-6 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ട് മകരാസനത്തിലേക്ക് പോകണം. ഒരു കൈ തോളത്ത് വെച്ച് മറ്റേ കൈ തോളത്ത് വെച്ച് അന്നേരം കിട്ടുന്ന ഒരു ത്രികോണ സ്പേസ് മൂക്ക് വെച്ച് നോർമൽ ബ്രീത്തിങ്. കാലുകൾ ഇതുപോലെ ഫീറ്റ് ലെഗ്സിന് പെർപെൻഡിക്കുലറായിട്ട് വെക്കുക. ഓക്കെ.